ഇമാജിനേഷന് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന് പറയാറുണ്ട്. ആരും അതിനെ വലിയ കാര്യമാക്കാറില്ല. പക്ഷേ ഇമാജിനേഷൻ ഇസ് ദ പ്രിവ്യൂ ഓഫ് അപ്കമിങ് ഫ്യൂച്ചർ എന്നാണ് ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത്. അതായത് ഒരു വിഷയം റിയാലിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ അതിന് 2 ഫോംസ് ഉണ്ട്. ഒന്ന് നോൺ ഫിസിക്കൽ ഫോമും മറ്റൊന്ന് ഫിസിക്കൽ ഫോമും. ഏതൊരു വസ്തുവിനും മനസ്സിൽ വ്യക്തമായി നോൺ ഫിസിക്കൽ ഫോമിൽ ഡ്രീമായിട്ടോ ഇമാജിനേഷനായിട്ടോ വിഷ്വലൈസേഷനായിട്ടൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഡിസൈനിങ് ഔട്ട്കം ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു ശില്പി ഉണ്ടാക്കിയിട്ടുള്ള നല്ല ശില്പത്തെ നമ്മളതിൻ്റെ പെർഫെക്ഷൻ കണ്ട് ആസ്വദിക്കുമ്പം അതിന് മുന്നേ തന്നെ ആ ശില്പം മനസ്സിൽ വ്യക്തമായിട്ട് ഇമാജിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും അതിൻ്റെ ഡിസൈനറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇൻറ്റേർണൽ ക്ലാരിറ്റി കുറയുന്നോ അത്രത്തോളം നമ്മുടെ ഔട്ട്കമ്മിനെ അത് ബാധിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തോളൂ, നന്നായിട്ട് പെർഫോം ചെയ്തോളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലിയർ പിക്ചർ നമ്മുടെ ഇമാജിനേഷനിലും ഡ്രീമിലും കൊണ്ടുവരാൻ മറക്കരുത്.